അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, ഒരുപാട് കാലമായി ഞാൻ ദുആ ചെയ്യുന്നു. ഇതുവരെയും എനിക്ക് ഉത്തരം കിട്ടാത്തത് എന്താണ് എന്നൊക്കെ കുറേ പേർ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലേ. കുറേ ദിക്റ് ഞാൻ ചൊല്ലിയിട്ട്, കുറേ സ്വലാത്ത് ഞാൻ ചൊല്ലാറുണ്ട്, എന്നിട്ടും എനിക്ക് ഉത്തരം കിട്ടാത്തത് എന്താണ് എന്ന് വിചാരിച്ച് മനസ്സ് പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ എന്ത് പ്രയാസവും എന്ത് വിഷമവും തീരാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടുന്ന ഒരുപാട് പേർക്ക് ഇത് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയ ഈ പറയുന്ന എനിക്കും അൽഹംദുലില്ലാ ഇത് ചൊല്ലിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയ ഒരു ദിക്റാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം മനസ്സിലാക്കാൻ. കാരണം എങ്ങനെയൊക്കെയാണ് ഇത് ചൊല്ലേണ്ടത് എന്നൊക്കെ ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഞാൻ മുന്നേ വീഡിയോ ഇതിൻ്റെ ഇട്ടിട്ടുമുണ്ട്, നമ്മൾ കൂടുതൽ പേരും ചൊല്ലുന്ന പെട്ടെന്ന് ഉത്തരം കിട്ടുന്നൊരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ്. ഇത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഈ ദിക്റ്. അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണിത്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു താക്കോലാണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇത് നമ്മെ പഠിപ്പിച്ചത്. ഇനി കല്യാണം മുടങ്ങിക്കിടക്കുന്നത്, പെണ്ണുങ്ങൾക്ക് ഒക്കെ കല്യാണം പെട്ടെന്ന് ശരിയാവാനുള്ള ഒരു മുതൽക്കൂട്ടാണിത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് കമൻറ്റ് ചെയ്യുന്നത് കാണാം, കല്യാണം ശരിയായിട്ടില്ല, അനിയൻ്റെ കല്യാണം ശരിയായിട്ടില്ല, അതുപോലെ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണം ശരിയായിട്ടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസം പറയുന്നവരുണ്ട്. അവരൊക്കെ ഈ ഒരു ദിക്റെ നിങ്ങൾ മുറുകെ പിടിച്ചു നോക്കി ആത്മാർത്ഥമായി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം മതി, ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ദിക്റിന് നിങ്ങൾ ആ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്രക്കും ഉറപ്പാണ് ഈ ഒരു ദിക്റ്. അതുപോലെ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കാനും ഉള്ള ഒരു വലിയൊരു താക്കോലാണ് ഈ ദിക്റ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ്. മാത്രമല്ല മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ജോലി ശരിയാവാത്തവർ ജോലി ശരിയാവാനും ഉള്ള വലിയ ഒരു മുതൽക്കൂട്ടാണിത്. ജോലി ശരിയാത്തവർക്ക് ജോലി ശരി ആയവർക്കും, അതുപോലെ ജോലിയിൽ ഉയർന്ന നിലവാരം, ഉയർന്ന ശമ്പളമുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്കും, ജോലി തീരെ ഇല്ലാത്തവരും ഒക്കെ ഈ ഒരു ദിക്റിനെ നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ഈ ദിക്റ് നിങ്ങൾ ചൊല്ലുക. തീർച്ചയായിട്ടും ഇതിന് ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഈ ദിക്റ് ചൊല്ലിയിട്ട് ഇതിനുള്ള ഉത്തരം നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ച് കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ഇത് ചൊല്ലാൻ കേട്ടോ. എന്തൊരു കാര്യത്തിനും ഈ ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുക, ചോദിക്കുക അള്ളാഹുവിനോട്. എന്താണോ ഈ ദിക്റ് ചൊല്ലി നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അവൻ അത് സാധിപ്പിച്ചു തരും, ഉറപ്പാണ്. ഈ പറയുന്ന എനിക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാ, എനിക്കൊരു പ്രയാസം വന്നപ്പോൾ ഈ ഒരു ദിക്റ് ഞാൻ കണക്കില്ലാതെ ചൊല്ലിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ ആ പ്രയാസം അള്ളാഹു എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഒരു കാര്യത്തിനാണോ മനസ്സിൽ ടെൻഷനുള്ളത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. എല്ലാ ദിവസവും ഇത് ചൊല്ലുക. ഒരു ദിവസം ചൊല്ലി സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസവും ചൊല്ലുക. പിറ്റേ ദിവസവും സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസവും ചൊല്ലുക. അങ്ങനെ ആവർത്തിച്ച് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കി. ഇത് നിങ്ങൾക്ക് ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലിയാൽ ഒറ്റ ദിവസം മതിട്ട്. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ നല്ലൊരു തെക്കുവയോട് കൂടി ഇത് ചൊല്ലുകയാണെങ്കിൽ ഒരൊറ്റ രാത്രി മതി നമുക്ക് ഉത്തരം കിട്ടാൻ. അത്രക്കും ഫലമുള്ള ഒരു ദിക്റാണിത്. അതുകൊണ്ട് നിങ്ങൾ രാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ തഹജ്ജുദിൻ്റെ സമയമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയമൊക്കെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് നല്ല തഖ്വയോട് കൂടി എൻ്റെ മനസ്സിലെ പ്രയാസം എൻ്റെ മനസ്സിലെ അല്ല, എൻ്റെ പ്രയാസം എനിക്ക് മാത്രമാണ് അറിയുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ പ്രയാസമുള്ളത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ് ആവർത്തിച്ച്
ആവർത്തിച്ച് എത്ര തവണയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം ഒരുപാട് തവണ ആവർത്തിച്ച് നിങ്ങൾ ചൊല്ലിക്കോളി. തീർച്ചയായിട്ടും ആ ഒരു ദിവസം മാത്രം മതിയാവും നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ, ഉറപ്പാണ്. ആത്മാർത്ഥതയോട് കൂടി നിങ്ങൾ ചൊല്ലിക്കോളി. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അത്രക്കും ഫലമുള്ളതാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് വന്നതാണ്. അത്രക്കും ടെൻഷനുള്ളൊരു കാര്യം വന്നപ്പോൾ ഞാൻ ചൊല്ലിയതാണ്. ഞാൻ ഇത്ര തവണ ഒന്നും ഞാൻ ചൊല്ലിയിട്ടില്ല. ഞാൻ ആവർത്തിച്ച് ഈ ദിക്റിനെ അങ്ങനെ ആവർത്തിച്ച് ചൊല്ലി. ഞാൻ ആ ഒരു വേദനയോടെ ആ ഒരു പ്രയാസത്തോടെ ചൊല്ലിയപ്പോൾ എൻ്റെ ആ ഒരു കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ കടമുള്ളവരുണ്ട് അല്ലേ? കടമുള്ളവരൊക്കെ ഈ ഒരു ദിക്റിനെ ഞാൻ പറഞ്ഞു തരാം ചൊല്ലേണ്ടത്. ഉത്തരം കിട്ടുന്ന ദിക്റാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. നിത്യേന ഒരു 100 തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ 100 തവണ, അല്ലെങ്കിൽ 313 തവണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1000 തവണ ചൊല്ലാൻ പറ്റുമോ അത്ര 1000 തവണ. അത് നിങ്ങൾ 7 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലി നോക്കി. തുടർച്ചയായിട്ട് ഒരു ആത്മാർത്ഥതയോട് കൂടി, ഒരു മൈൻഡില്ലാതെയല്ല, നമ്മുടെ ആ പ്രയാസം എന്താണ്, ആ പ്രശ്നം റബ്ബേ എനിക്കത് തീർക്കണം, എൻ്റെ ഒരു കാര്യം നടക്കണം, അല്ലെങ്കിൽ കല്യാണം ശരിയാവാഞ്ഞിട്ടാണ്, കല്യാണം നടന്ന് കിട്ടണം, അല്ലെങ്കിൽ സുഖപ്രസവത്തിനാണ്, ഓപ്പറേഷൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സുഖപ്രസവം വേണം, ആ സുഖപ്രസവം കിട്ടാനാണ് ഞാൻ ചെല്ലുന്നത്. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ചെല്ലുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. ദിക്ർ ധാരാളമായിട്ട് ചൊല്ലുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 100 തവണയോ അല്ലെങ്കിൽ 300 തവണ അല്ലെങ്കിൽ 1000 തവണ, അങ്ങനെ നിങ്ങൾ 7 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുക. 7 ദിവസം, എല്ലാ ദിവസവും. നിങ്ങളിപ്പോൾ 100 തവണയാണോ ഓരോ ദിവസം ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുന്നത്, ആ ഒരു 100 തവണ 7 ദിവസം തുടർച്ചയായിട്ട് ചെല്ലുക. അല്ല, നിങ്ങൾക്ക് 313 തവണ അല്ലെങ്കിൽ 1000 തവണയാണ് ചെല്ലാൻ കഴിയുന്നതെങ്കിൽ ഇന്ന് 1000 തവണ, നാളെ 1000 തവണ, അങ്ങനെ തുടങ്ങിയിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ 1000 തവണ ചൊല്ലിത്തീർക്കുക. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും ഒരു സമാധാനം, ഒരു സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ സന്തോഷം വരാനുള്ള ഒരു ദിക്റാണിത്. കാരണം നിങ്ങൾ ഈ ദിക്ർ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചൊല്ലിക്കൊള്ളി. നമ്മളിപ്പോൾ സലാത്ത് ഇങ്ങനെ ചെല്ലില്ലേ, ആ ഒരു സലാത്ത് ചെല്ലുന്നത് പോലെ തുടർച്ചയായിട്ട് നിങ്ങളിങ്ങനെ ഈ ദിക്ർ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊള്ളി. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം കയറി വരും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കുക. ധാരാളം 99 രോഗങ്ങൾക്ക് ശിഫയുള്ള ദിക്റാണിത്. അതുപോലെ രോഗങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണ്ട, നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ ദിക്ർ ഉരുവിടാൻ പറയുക. നമ്മൾ അത്രക്കും അസുഖമായി കിടക്കുന്ന, വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ധാരാളമായിട്ട് ചൊല്ലിക്കോളി എന്ന് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ പ്രസവം അടുത്തു നിൽക്കുന്ന സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ ദിക്ർ ധാരാളമായിട്ട് ചെല്ലാൻ. ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞവർക്കൊക്കെ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ അള്ളാഹു എളുപ്പ സുഖപ്രസവം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഈ ദിക്ർ പറഞ്ഞു കൊടുക്കുക. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ദിക്ർ ചൊല്ലിയാൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങളും തീരുന്ന ദിക്റാണ് എന്ന്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഇത് ആഗ്രഹം, നിങ്ങളുടെ പ്രയാസം സാധിപ്പിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടി തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷമുണ്ടല്ലോ, ആ ഒരു നിസ്കാരത്തിൻ്റെ ശേഷം എല്ലാവരും നമ്മുടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന, നമ്മളെ മക്കളെയൊക്കെ ഉറങ്ങിക്കിടക്കുന്ന, ശാന്തമായി കിടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഈ ഒരു ദിക്റിനെ നിങ്ങൾ ധാരാളമായിട്ട് നിസ്കാരപ്പായയിലിരുന്ന് അങ്ങനെ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അങ്ങനെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ആ ദിവസം തന്നെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും രാത്രിയാവുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു കാര്യം, ആഗ്രഹം തീർച്ചയായിട്ടും സാധിപ്പിച്ചു കിട്ടും. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ വേറൊരാൾ പറഞ്ഞിട്ടല്ല പറയുന്നത്. എനിക്ക് ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു രീതിയിൽ ചൊല്ലിയിട്ടാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തോളി എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക്
തഹജ്ജുദിൻ്റെ സമയം കഴിയില്ല എങ്കിൽ നിങ്ങൾ രാത്രി സമയത്തോ അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്കൊരു മനസ്സമാധാനമുള്ളൊരു സമയം എപ്പോഴാണ് വീട്ടിൽ കിട്ടുക ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കുക. ഈ ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രയാസം പ്രശ്നം എന്താണോ ആ ഒരു പ്രശ്നം അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ദുആ ചെയ്യുക. അത്രയ്ക്കും ഫലം കിട്ടുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. കുറേ പേർ കമൻറ്റിൽ പറയാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് എന്ന്. ഈ ദിക്ർ ഞാൻ ഒറ്റയടിക്ക് ഈ ദിക്ർ ചൊല്ലിക്കോളി എന്നാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ അതും പറഞ്ഞു തരണ്ടേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ അതിനി നടക്കില്ല, ചൊല്ലിയിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, കുറേ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, എൻ്റെ ദുആ ഇതുവരെ പടച്ചോൻ കേട്ടിട്ടില്ല, ഞാൻ ചെല്ലുന്നില്ല എന്നവരെ പറയുന്നവരുണ്ട്. കുറേ ചൊല്ലിയിട്ടുണ്ട്, എൻ്റെ ഇതുവരെ ഒരു കാര്യവും എൻ്റെ നടന്ന് കിട്ടിയിട്ടില്ല എന്ന്. അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് കാര്യം, അതൊക്കെ അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. അങ്ങനെ പറയുമ്പോൾ വീണ്ടും അള്ളാഹ് പിന്നെയും നമ്മെ പരീക്ഷിക്കലാണ്. ചൊല്ലി ഒഴിവാക്കുകയല്ല, പിന്നെയും അതിന്മേൽ പിടിച്ച് തൂങ്ങുകയാണ് നമ്മൾ വേണ്ടത്. സലാത്ത് ദിക്ർ അതൊക്കെ ചൊല്ലി നമ്മളെ കാര്യം സാധിക്കുന്നത് വരെ. പിന്നെ ഉണ്ട് കാര്യം കഴിഞ്ഞാൽ പിന്നെ സലാത്തുമില്ല ദിക്റുമില്ല ഒന്നുമില്ല, അങ്ങനെയല്ല കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാവില്ല, നിങ്ങളെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോവും. അൽഹംദുലില്ലാ. പിന്നെ ഒരു പിടുത്തം അങ്ങോട്ട് അള്ളാഹ് പിടിക്കും നമ്മളെ. അത് വല്ലാത്തൊരു പിടുത്തമായിരിക്കും. അതുകൊണ്ട് നമ്മളെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ ദിക്റുമില്ല സ്വലാത്തുമില്ല ഖുർആനോത്തില്ല അങ്ങനെ നിർത്തി വെക്കരുത്. അപ്പം ഒരു പ്രശ്നവുമില്ലായിരിക്കും. നല്ല രീതിയിൽ 4, 5, 6, 8, 10, 20 കൊല്ലം അങ്ങനെ പോകും. പിന്നെ ഒരു പിടുത്തം അവിടെ പിടിക്കും. ആ ഒരു പിടുത്തം ഇല്ലാതിരിക്കാൻ തുടരെ കൊണ്ടുപോവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് എല്ലാ ദിവസവും ആത്മാർത്ഥമായി ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ദിക്റിൻ്റെ മഹത്വമാണ്. ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു ദിക്റാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി. തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരം കിട്ടും. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ ഒരു ദിവസം മാത്രം മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ. ആ തഹജ്ജുദിൻ്റെ നേരം തന്നെ ഉറക്കമൊഴിഞ്ഞ് നിങ്ങളൊന്ന് എണീറ്റ് ഒന്ന് നിസ്കരിച്ച് തഹജ്ജുദിൻ്റെ നേരം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ഇങ്ങനെ ഉരുവിടുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ ഒരു സമയത്ത് ചെല്ലുമ്പോൾ നമുക്ക് നല്ല തെക്കുവയായിരിക്കും ഉണ്ടാവുക. കാരണം വേറെ സൗണ്ടൊന്നുമില്ല അല്ലേ, ഒരു സൗണ്ടും കേൾക്കാനില്ല. ആ നിസ്കാരപ്പായയിലിരുന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം അള്ളാഹുവിനോട് പറയുക. തീർച്ചയായിട്ടും അതിന് ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ 100 തവണയോ 313 തവണയോ 1000 തവണയോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുക ആ ഒരു തവണ നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുക ആ ഒരു തവണ നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചൊല്ലുക. ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ഒരു ദിവസം ചൊല്ലിയിട്ട് പിന്നെ ചെല്ലാതെ നിന്നിട്ട് പിന്നെ നമ്മൾ അതിന് കാര്യമില്ല കേട്ടോ. ചൊല്ലുന്നത് ആ കറക്റ്റിൽ 7 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ മരണം വരെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകും. നമ്മളിപ്പോൾ സലാത്ത് എല്ലാ ദിവസവും ചൊല്ലിപ്പോവില്ലേ, ചെല്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ എല്ലാ ദിവസവും നിങ്ങൾ മുറുകെ പിടിച്ചോളി. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയില്ല എന്ന് വരും. എന്നാലും നിങ്ങൾ ഒഴിവാക്കണ്ട, നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയതാണ്. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഇങ്ങനെ നടത്തത്തിലോ അല്ലെങ്കിൽ എവിടെ ഇരിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കോളി. നിങ്ങൾക്ക് എണ്ണം പിടിക്കാതെ ചൊല്ലുകയും ചെയ്യാം. സലാത്തും ഈ ദിക്റുകളൊന്നും എണ്ണം പിടിച്ച് തന്നെ ചെല്ലണമെന്നൊന്നുമില്ല. ഓരോ കണക്കുണ്ടാവും ഓരോന്നിന് ചെല്ലാൻ. നമ്മളോട് ഓരോ കിതാബിലും ഓരോ പുസ്തകത്തിലുമൊക്കെ കാണും 786 അല്ലെങ്കിൽ 1013 അങ്ങനെയൊക്കെ ഓരോ ദിക്റുകളുണ്ടാവും. ആ ഒരു കണക്കിന് തന്നെ അത് ചെല്ലണം. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ തവണ ഇല്ലാതെ ഒരു കണക്കില്ലാതെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എത്രയും നിങ്ങൾക്ക് ചെല്ലാലോ. വെറുതെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്തും ചെല്ലാം, അല്ലെങ്കിൽ മുറ്റം അടിക്കുന്ന സമയത്ത് ചെല്ലാം, അടുക്കളയിൽ ഓരോ ജോലികൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ചെല്ലാം, കിടക്കുന്ന സമയത്ത് നമുക്ക് ചെല്ലാം. സലാത്തൊക്കെ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ ചെല്ലാറില്ലേ. അതുപോലെ തന്നെ ഈ ഒരു ദിക്റിനെ മുറുകെ പിടിക്കണം. അതാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും. ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും.
അതുകൊണ്ടാണ് പറയുന്നത് മുറുകെ പിടിച്ചോളി. നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ 100% ആൾക്കാരും ബുദ്ധിമുട്ടും പ്രയാസവും സഹിക്കുന്നവരാണ്. ഈ വീഡിയോ കാണുന്നത് കൂടുതലും കമൻറ്റ് വായിച്ചാൽ അറിയാം എന്നും ദുരിതവും പ്രയാസവും ബുദ്ധിമുട്ടുമാണ്. ഒരുപാട് പ്രശ്നത്തിലാണ്. ജീവിതം തന്നെ മടുത്തിട്ടുണ്ട്. എന്താണ് ചെയ്യുക? എത്രയോ പലിശ എടുത്തിട്ട് ബാങ്കിൽ ഇത്ര അടക്കാനുണ്ട്, 20 ലക്ഷം 2 ലക്ഷം നാളെ അടക്കണം, അല്ലേ 10-ാം തീയതി അടക്കണം, അങ്ങനെയുള്ള ഓരോ കമൻറ്റാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാവില്ല. അത് ഈ ഒരു ദിക്ർ സലാത്ത് മുറുകെ പിടിക്കുന്നത് പോലെ ഈ ഒരു ദിക്റിനെയും നിങ്ങൾ മുറുകെ പിടിച്ചോളി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക കേട്ടോ. ഇനിയും പറഞ്ഞു പോയാൽ വീഡിയോ ലെങ്തായി പോകും. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണല്ലോ, ആ സമയം ഒരുപാടാവും. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതുപോലെ ചൊല്ലി നോക്കുക. ജീവിതത്തിൽ മുറുകെ പിടിച്ചോളി ഈ ഒരു ദിക്റിനെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം കുറേ ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലിക്കോളി ഒറ്റ ദിവസം കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് 1000 തവണ 5000 തവണ 313 തവണ എത്രയാണ് ചെല്ലാൻ പറ്റുന്ന ഒരു കണക്ക് നിങ്ങൾ നേർച്ച വെക്കുക. എന്നിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ ഉപകാരമുള്ളൊരു വീഡിയോ ആണിത്. അതുപോലെ ഗർഭിണികൾ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഈ ദിക്ർ ചൊല്ലാൻ. കല്യാണം ശരിയാവാത്ത ഒരുപാട് മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, കമൻറ്റ് എഴുതി അറിയിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, അയൽവാസികൾക്ക്, അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ ദിക്റിനെ ചൊല്ലാൻ. എല്ലാം റാഹത്തായിരിക്കും. പെട്ടെന്ന് നടന്നില്ലെങ്കിലും നടന്നിരിക്കും, ഉറപ്പാണ്. പെട്ടെന്ന് നടന്ന് കിട്ടുക. അങ്ങനെ ഇപ്പം ചൊല്ലിയത് കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നടന്ന് കിട്ടണം, അങ്ങനെയല്ല. ഒറ്റ ദിവസം കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഒറ്റ ദിവസം മതിയാവും ചെയ്യും. നമ്മുടെ ആ കൽബ് പോലെയാണ് എല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് കൽബൊക്കെ ശുദ്ധിയാക്കിയിട്ട് നല്ല വൃത്തിയോടെ ഒളു എടുത്തിട്ടൊക്കെ ബിസ്മിയും കൂട്ടിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി. ബിസ്മില്ലാഹി റഹ്മാനി റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മി കൂട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബർക്കത്തുണ്ടാവും അതിന്. അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ചൊല്ലുക. വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും പറഞ്ഞാൽ നീണ്ടുപോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആ വസിയത്തോടെ.